ശാന്തി 1-12-24 പ്രഭാതമുരളി അവ്യക്ത വാഗ്ദാത റിവൈസ് 18-1-2003 മധുബൻ. ബ്രാഹ്മണ ജന്മത്തിന്റെ സ്മൃതികളിലൂടെ സമർത്ഥരായി സർവരെയും സമർത്ഥരാക്കൂ. ഇന്ന് 4 ഭാഗത്തുമുള്ള സ്നേഹികളായ സർവ കുട്ടികളുടെയും സ്നേഹത്തിൻ്റെ മധുരമധുരമായ ഓർമ്മയുടെ ഭിന്ന ഭിന്ന വാക്കുകളും സ്നേഹത്തിൻ്റെ മുത്തുമാലകളും ബാബ്ദാദയുടെ അടുക്കൽ അമൃതവേളയ്ക്കും മുമ്പേ തന്നെ എത്തിച്ചേർന്നു. കുട്ടികളുടെ സ്നേഹം ബാബ്ദാദയെ പോലും സ്നേഹത്തിൻ്റെ സാഗരത്തിൽ ലയിപ്പിക്കുന്നു. ഓരോ കുട്ടിയിലെയും സ്നേഹത്തിൻ്റെ ശക്തി മുറിയാത്തതാണ് എന്ന് ബാബ്ദാദ കണ്ടു. സ്നേഹത്തിൻ്റെ ശക്തി ഓരോ കുട്ടിയെയും സഹജയോഗിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. സ്നേഹത്തിൻ്റെ ആധാരത്തിൽ സർവ ആകർഷണങ്ങൾക്കും ഉപരിയായി ഏറ്റവും മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദയിലൂടെയോ വിശേഷ ആത്മാക്കളിലൂടെയോ വേറിട്ടതും പ്രിയപ്പെട്ടതുമായ സ്നേഹത്തിൻ്റെ അനുഭവം ഉണ്ടാകാത്ത ഒരു കുട്ടിയെ പോലും കണ്ടില്ല. ഓരോ ബ്രാഹ്മണ ആത്മാവിൻ്റെയും ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആദ്യകാലം സ്നേഹത്തിൻ്റെ ശക്തിയിലൂടെ തന്നെയാണ് ഉണ്ടായത്. ബ്രാഹ്മണ ജന്മത്തിൻ്റെ ഈ സ്നേഹത്തിൻ്റെ ശക്തി വരദാനമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം വിശേഷിച്ച് ബാബയുടെയും കുട്ടികളുടെയും സ്നേഹത്തിൻ്റെ ദിവസമാണ്. ഓരോരുത്തരും തൻ്റെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ മുത്തുകളുടെ വളരെയധികം മാലകൾ ബാബ്ദാദയെ അണിയിച്ചു. മറ്റു ശക്തികൾ ഇന്നത്തെ ദിവസം മെർജാണ്, എന്നാൽ സ്നേഹത്തിൻ്റെ ശക്തി എമർജാണ്. ബാബ്ദാദയും കുട്ടികളുടെ സ്നേഹത്തിൻ്റെ സാഗരത്തിൽ ലൗലീനമാണ്. ഇന്നത്തെ ദിവസത്തെ സ്മൃതി ദിവസം എന്ന് പറയുന്നു. സ്മൃതി ദിവസം കേവലം ബ്രഹ്മബാബയുടെ സ്മൃതി ദിവസം മാത്രമല്ല, എന്നാൽ ബാബ്ദാദ പറയുന്നു, ബ്രാഹ്മണ ജന്മം എടുത്തപ്പോൾ തന്നെ ആദ്യം മുതൽ ഇപ്പോൾ വരെ ബാബ്ദാദ ഏതെല്ലാം സ്മൃതികൾ നൽകിയോ അത് ഇന്നും സദായും ഓർമ്മയുണ്ടായിരിക്കട്ടെ. ആ സ്മൃതികളുടെ മാല ഓർമ്മിക്കൂ. വളരെ വലിയ മാലയുണ്ടാകും. എല്ലാവർക്കും ഏറ്റവും ആദ്യം ലഭിച്ച സ്മൃതി ഏതാണ്? ആദ്യത്തെ പാഠം ഓർമ്മയുണ്ടല്ലോ, ഞാൻ ആരാണ്? ഈ സ്മൃതി തന്നെയാണ് പുതിയ ജന്മം നൽകിയത്. വൃത്തിയും ദൃഷ്ടിയും സ്മൃതിയും പരിവർത്തനപ്പെടുത്തിയത്. ഇങ്ങനെയുള്ള സ്മൃതികൾ ഓർമ്മ വരുമ്പോൾ തന്നെ ആത്മീയ സന്തോഷത്തിൻ്റെ തിളക്കം നയനങ്ങളിലും മുഖത്തും വരിക തന്നെ ചെയ്യുന്നു. താങ്കൾ സ്മൃതികൾ ഓർമ്മിക്കുന്നു, ഭക്തർ മാല സ്മരിക്കുന്നു. അമൃതവേള മുതൽ കർമ്മയോഗി ആകുന്നതിൻ്റെ സമയം വരെയും ഒരു സ്മൃതിയെങ്കിലും വീണ്ടും വീണ്ടും ഓർമ്മയുണ്ടായിരിക്കുമെങ്കിൽ സ്മൃതി സമർത്ഥ സ്വരൂപമാക്കി മാറ്റും. കാരണം എങ്ങനെയുള്ള സ്മൃതിയാണോ അതേപോലെ തന്നെ സമർത്ഥി സ്വതവേ തന്നെ വരും. അതിനാൽ ഇന്നത്തെ ദിവസത്തെ സ്മൃതി ദിവസം എന്നതിനോടൊപ്പം സമർത്ഥ ദിവസം എന്ന് പറയുന്നു. ബ്രഹ്മബാബ മുന്നിൽ വരുമ്പോൾ തന്നെ, ബാബയുടെ ദൃഷ്ടി പതിക്കുമ്പോൾ തന്നെ ആത്മാക്കളിൽ സമർത്ഥി വരുന്നു. എല്ലാവരും അനുഭവികളാണ്. എല്ലാവരും അനുഭവിയാണല്ലോ. സാകാര രൂപത്തിൽ കണ്ടതായിക്കൊള്ളട്ടെ, അവ്യക്ത രൂപത്തിൻ്റെ പാലനയിലൂടെ പാലിക്കപ്പെട്ടതായിക്കൊള്ളട്ടെ, അവ്യക്ത സ്ഥിതി അനുഭവിക്കുന്നു. സെക്കൻഡിൽ ഹൃദയം കൊണ്ട് ബാബ്ദാദ എന്ന് പറഞ്ഞു സമർത്ഥി അഥവാ ശക്തി സ്വതവേ തന്നെ വന്നു ചേരുന്നു. അതിനാൽ ഹേ സമർത്ഥ ആത്മാക്കളെ, ഇപ്പോൾ അന്യ ആത്മാക്കളെ തൻ്റെ സമർത്ഥിയിലൂടെ സമർത്ഥമാക്കൂ. ഉന്മേഷമുണ്ടല്ലോ, ഉന്മേഷമുണ്ടോ? അസമർത്ഥരെ സമർത്ഥരാക്കേണ്ടതുണ്ടല്ലോ. 4 ഭാഗത്തുമുള്ള ദുർബല ആത്മാക്കളെ സമർത്ഥമാക്കുന്നതിൻ്റെ ഉന്മേഷം നന്നായിട്ടുണ്ട് എന്നത് ബാബ്ദാദ കണ്ടു.
ശിവരാത്രിയുടെ പ്രോഗ്രാം ഗംഭീരമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഉന്മേഷമുണ്ടല്ലോ. ഈ ശിവരാത്രിക്ക് അതിശയം ചെയ്യും എന്ന ഉന്മേഷം ആർക്കുണ്ടോ അവർ കൈ ഉയർത്തൂ. എല്ലാ കോലാഹലങ്ങളും സമാപ്തമാക്കുന്ന അതിശയം. ആഹാ എന്ന ജയഘോഷം ഉണ്ടാകണം. ആഹാ, സമർത്ഥ ആത്മാക്കളെ ആഹാ. എല്ലാ സോണും പ്രോഗ്രാം ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ. പഞ്ചാബും ഉണ്ടാക്കിയല്ലോ. നല്ലത്. അലയുന്ന ആത്മാക്കൾ, ദാഹിക്കുന്ന ആത്മാക്കൾ, അശാന്തമായ ആത്മാക്കൾ, ഇങ്ങനെയുള്ള ആത്മാക്കൾക്ക് അഞ്ജലി നൽകൂ. ഏതായാലും താങ്കളുടെ സഹോദരി സഹോദരന്മാർ ആണ്. അപ്പോൾ തൻ്റെ സഹോദരന്മാരുടെ മേലും തൻ്റെ സഹോദരിമാരുടെ മേലും ദയ തോന്നുന്നുണ്ടല്ലോ. നോക്കൂ, ഇക്കാലത്ത് പരമാത്മാവിനെ ആപത്തിൻ്റെ സമയത്ത് ഓർമ്മിക്കുന്നു. എന്നാൽ ശക്തികളെയും ദേവതമാരിലും ഗണപതിയെയും ഹനുമാനെയും മറ്റു ദേവതമാരെയും കൂടുതൽ ഓർമ്മിക്കുന്നു. അത് ആരാണ്? താങ്കൾ തന്നെയാണല്ലോ. താങ്കളെ ദിവസവും ഓർമ്മിക്കുന്നു. ഹേ കൃപാലു, ദയാലു, ദയ കാണിക്കൂ, കൃപ കാണിക്കൂ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരൽപ്പം സുഖത്തിൻ്റെയും ശാന്തിയുടെയും തുള്ളി തരൂ എന്ന്. താങ്കളിലൂടെ ഒരു തുള്ളിക്ക് വേണ്ടി ദാഹിക്കുന്നവരാണ്. അപ്പോൾ ഹേ ശക്തികളെ, ഹേ ദേവ എന്ന് ദുഃഖിതരുടെയും ദാഹിക്കുന്ന ആത്മാക്കളുടെയും ശബ്ദം എത്തിച്ചേരുന്നില്ലേ? എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ബാബ്ദാദ എപ്പോഴാണോ വിളി കേൾക്കുന്നത് അപ്പോൾ ശക്തികളെയും ദേവന്മാരെയും ഓർമ്മിക്കുന്നു. നല്ല പ്രോഗ്രാം ദാദി ഉണ്ടാക്കിയിരിക്കുകയാണ്. ബാബയ്ക്ക് ഇഷ്ടമാണ്. സദാ സ്മൃതി ദിവസം തന്നെയാണ്. എന്നിരുന്നാലും ഇന്നത്തെ ദിവസം സ്മൃതിയിലൂടെ സർവസമർത്ഥികളും വിശേഷിച്ച് പ്രാപ്തമാക്കി. ഇനി നാളെ മുതൽ ശിവരാത്രി വരെ ബാബ്ദാദ 4 ഭാഗത്തുമുള്ള കുട്ടികളോട് പറയുകയാണ്, ഈ വിശേഷ ദിവസം ഈ ഒരു ലക്ഷ്യം വയ്ക്കൂ. ഏറ്റവും അധികം ആത്മാക്കൾക്ക് മനസ്സിലൂടെയോ വാക്കിലൂടെയോ സംബന്ധ സമ്പർക്കത്തിലൂടെയോ ഏതെങ്കിലും വിധിയിലൂടെ സന്ദേശമാകുന്ന അഞ്ജലി തീർച്ചയായും നൽകണം. തൻ്റെ പരാതികൾ മാറ്റൂ. ഇപ്പോൾ വിനാശത്തിൻ്റെ ഡേറ്റ് കാണപ്പെടുന്നതേയില്ല. അതിനാൽ എപ്പോഴെങ്കിലും പരാതികൾ പൂർത്തീകരിക്കാം എന്ന് കുട്ടികൾ ചിന്തിക്കുന്നു. പക്ഷേ അഥവാ ഇപ്പോൾ മുതൽ പരാതികൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ ഒരു പരാതി ലഭിക്കും. താങ്കൾ ആദ്യമേ എന്തുകൊണ്ട് പറഞ്ഞു തന്നില്ല? നമ്മളും എന്തെങ്കിലും ഉണ്ടാക്കിയേനെ എന്ന്. പിന്നെ കേവലം അഹോ പ്രഭു എന്ന് പറയും. അതിനാൽ അവരെയും എന്തെങ്കിലുമൊക്കെ സമ്പത്തിൻ്റെ അഞ്ജലി എടുക്കാൻ അനുവദിക്കൂ. അവർക്കും അല്പം സമയം നൽകൂ. ഒരു തുള്ളി കൊണ്ടെങ്കിലും ദാഹം ശമിപ്പിക്കൂ. ദാഹിക്കുന്നവർക്ക് ഒരു തുള്ളി പോലും വളരെയധികം മഹത്വമുള്ള ഒന്നാണ്. അപ്പോൾ ഇതാണല്ലോ പ്രോഗ്രാം. നാളെ മുതൽ ബാബ്ദാദയും പച്ചക്കൊടിയല്ല പെരുമ്പറ മുഴക്കുകയാണ്. ഹേ തൃപ്ത ആത്മാക്കളെ, ആത്മാക്കൾക്ക് സന്ദേശം നൽകൂ, സന്ദേശം നൽകൂ. ഏറ്റവും കുറഞ്ഞത് ശിവരാത്രിക്ക് ബാബയുടെ ബർത്ത്ഡേയുടെ മധുരം കഴിപ്പിക്കണം. അതെ, നമുക്ക് സന്ദേശം ലഭിച്ചു. ഈ ദിൽഖുഷ് മിഠായി എല്ലാവരെയും കേൾപ്പിക്കൂ, കഴിപ്പിക്കൂ. സാധാരണ ശിവരാത്രി ആഘോഷിച്ചാൽ പോരാ, എന്തെങ്കിലും അതിശയം ചെയ്ത് കാണിക്കണം. ഉന്മേഷമുണ്ടോ? ആദ്യത്തെ ലൈനിലുള്ളവർക്കുണ്ടോ? വളരെയധികം ശബ്ദമുണ്ടാക്കൂ. ഏറ്റവും കുറഞ്ഞത് ശിവരാത്രിക്ക് ഇത്രയും വലിയ മഹത്വമുണ്ട് എന്ന് മനസ്സിലാക്കട്ടെ. നമ്മുടെ പിതാവിൻ്റെ ജന്മദിനമാണ് എന്ന് കേട്ട് സന്തോഷങ്ങൾ ആഘോഷിക്കണം. അമൃതവേളയിൽ മെജോറിറ്റിയുടെയും ഓർമ്മയും ഈശ്വരീയ പ്രാപ്തികളുടെ ലഹരിയും വളരെ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് ബാബ്ദാദ കണ്ടു. എന്നാൽ കർമ്മയോഗിയുടെ സ്റ്റേജിൽ അമൃതവേളയിലുള്ള ലഹരിയിൽ നിന്നും വ്യത്യാസമുണ്ടാകുന്നു. കാരണം എന്താണ്?
കർമ്മം ചെയ്യുമ്പോൾ സോൾ കോൺഷ്യസും കർമ്മ കോൺഷ്യസും രണ്ടും ഉണ്ടായിരിക്കുന്നു. ഇതിനുള്ള വിധിയാണ് കർമ്മം ചെയ്യുമ്പോൾ ഞാൻ ആത്മാവ് ഏതൊരു ആത്മാവാണ് അത് അറിയുന്നുണ്ട്. ആത്മാവിൻ്റെ ഏതെല്ലാം ഭിന്ന ഭിന്ന സ്വമാനം ലഭിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള ആത്മാവ് ചെയ്യിക്കുന്നവനായി ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യിക്കുന്നവനാണ്. ഈ കർമ്മേന്ദ്രിയങ്ങൾ കർമ്മചാരിയാണ്. എന്നാൽ കർമ്മചാരികളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്ന ഞാൻ ചെയ്യിക്കുന്നവനാണ്, വേറിട്ടവനാണ്. ലൗകികത്തിലും ഒരു ഡയറക്ടർ തൻ്റെ സഹചാരികളെ കൊണ്ട് നിമിത്തമായി സേവനം ചെയ്യുന്നവരെ കൊണ്ട് സേവനം ചെയ്യിക്കുമ്പോൾ, ഡയറക്ഷൻ നൽകുമ്പോൾ, ഡ്യൂട്ടി നിറവേറ്റുമ്പോൾ ഞാൻ ഡയറക്ടറാണ് എന്ന് മറക്കാറുണ്ടോ? അപ്പോൾ സ്വയം ചെയ്യിക്കുന്നവനായ ശക്തിശാലി ആത്മാവാണ് എന്ന് മനസ്സിലാക്കി കാര്യം ചെയ്യിക്കൂ. ഈ ആത്മാവും ശരീരവും, അത് ചെയ്യുന്നവനും മറ്റത് ചെയ്യിക്കുന്നവനും ഈ സ്മൃതി മെർജായി പോകുന്നു. പഴയ കുട്ടികളായ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ബ്രഹ്മബാബ തുടക്കത്തിൽ എന്താണ് അഭ്യസിച്ചത്? ഒരു ഡയറി കണ്ടിരുന്നുവല്ലോ. മുഴുവൻ ഡയറിയിലും ഒരേ വാക്കാണ്, ഞാനും ആത്മാവ്, യശോദയും ആത്മാവ്, ഈ കുട്ടികളും ആത്മാവാണ്, ആത്മാവാണ്, ആത്മാവാണ്. ഈ ഫൗണ്ടേഷൻ സദാ അഭ്യസിച്ചു. അപ്പോൾ ആദ്യ പാഠമായ ഞാൻ ആരാണ് എന്നത് വീണ്ടും വീണ്ടും അഭ്യസിക്കേണ്ടത് ആവശ്യമാണ്. ചെക്കിംഗ് ആവശ്യമാണ്. ഞാൻ ആത്മാവ് തന്നെയാണ് എന്നത് പോരാ. ഞാൻ ആത്മാവ് ചെയ്യിക്കുന്നവനായി കർമ്മം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് അനുഭവിക്കണം. ചെയ്യുന്നവൻ വേറെയാണ്, ചെയ്യിക്കുന്നവൻ വേറെയാണ്. ബ്രഹ്മബാബയുടെ മറ്റൊരു അനുഭവം കേട്ടിട്ടുണ്ട്. ഈ കർമ്മേന്ദ്രിയങ്ങൾ കർമ്മചാരിയാണ്, ജീവനക്കാരാണ് എന്നർത്ഥം. അപ്പോൾ ദിവസവും രാത്രിയിൽ കച്ചേരി കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ യജമാനനായി ഈ കർമ്മേന്ദ്രിയങ്ങളാകുന്ന കർമ്മചാരികളോട് സ്ഥിതിഗതികൾ എന്താണ് എന്ന് ചോദിക്കുമായിരുന്നല്ലോ. അപ്പോൾ ഏതുപോലെ ബ്രഹ്മബാബ ഈ അഭ്യാസമാകുന്ന ഫൗണ്ടേഷൻ വളരെയധികം ഉറപ്പിച്ചു. അതിനാൽ ഏത് കുട്ടികളാണോ ലാസ്റ്റിലും ഒപ്പമുണ്ടായിരുന്നത് അവർക്ക് എന്ത് അനുഭവമാണ് ഉണ്ടായത്? ബാബ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശരീരത്തിലായിരിക്കുമ്പോഴും അശരീരി സ്ഥിതിയിലൂടെ നടക്കുകയും സഞ്ചരിക്കുകയുമാണ് എന്ന അനുഭവം ഉണ്ടായിക്കൊണ്ടിരുന്നു. കർമ്മത്തിൻ്റെ കണക്കുകളും സമാപ്തമാക്കേണ്ടി വന്നു. എന്നാൽ സാക്ഷിയായി സ്വയം കർമ്മത്തിൻ്റെ കണക്കിന് വശപ്പെട്ടില്ല. കർമ്മത്തിൻ്റെ കണക്കുകൾ സമാപ്തമാകുന്നതിൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് ഉണ്ടാക്കിയിരുന്നില്ല. ബ്രഹ്മബാബ അവ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് താങ്കൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലല്ലോ. അപ്പോൾ ഇത്രയും വേറിട്ടതും സാക്ഷിയും അശരീരിയും, അതായത് കർമാതീത സ്റ്റേജും വളരെ കാലമായി അഭ്യസിച്ചു. അപ്പോൾ അന്തിമത്തിലും അതേ സ്വരൂപത്തിൻ്റെ അനുഭവമുണ്ടായി. ഈ വളരെ കാലത്തെ അഭ്യാസമാണ് ഉപയോഗത്തിൽ വരുന്നത്. അന്തിമത്തിൽ ദേഹബോധം ഉപേക്ഷിക്കും എന്ന് ചിന്തിക്കരുത്, പാടില്ല. അശരീരി സ്ഥിതിയുടെയും ദേഹത്തിൽ നിന്നും വേറിട്ട് ചെയ്യിക്കുന്നവനാണ് എന്ന സ്ഥിതിയുടെയും അനുഭവം വളരെ കാലത്തേത് ആവശ്യമാണ്. യുവാവായാലും വൃദ്ധനായാലും ആരോഗ്യവാനായാലും രോഗിയായാലും അന്തിമകാലം ആർക്ക് എപ്പോൾ വേണമോ വന്നേക്കാം. അതിനാൽ വളരെ കാലത്തെ സാക്ഷി അവസ്ഥയുടെ അഭ്യാസത്തിൻ്റെ മേൽ അറ്റൻഷൻ നൽകൂ. എത്ര തന്നെ പ്രകൃതി ദുരന്തങ്ങൾ വന്നാലും ഈ അശരീരി സ്ഥിതിയുടെ സ്റ്റേജ് താങ്കളെ സഹജമായി വേറിട്ടവരും ബാബയ്ക്ക് പ്രിയപ്പെട്ടവരും ആക്കി മാറ്റും. അതിനാൽ വളരെ കാലം എന്ന വാക്കിനെ ബാബ്ദാദ അണ്ടർലൈൻ ചെയ്യിക്കുകയാണ്. എന്തു തന്നെ ഉണ്ടായാലും മുഴുവൻ ദിവസത്തിലും സാക്ഷി അവസ്ഥയുടെ സ്റ്റേജിൻ്റെ, ചെയ്യിക്കുന്നവൻ്റെ സ്റ്റേജിൻ്റെയും അശരീരി സ്ഥിതിയുടെ സ്റ്റേജിൻ്റെയും അനുഭവം വീണ്ടും വീണ്ടും ചെയ്യൂ. എങ്കിൽ അന്തമതി
ഫരിസ്ത സോ ദേവത എന്നത് നിശ്ചിതമാണ്. ബാബ് സമാൻ ആകേണ്ടതുണ്ട്. അപ്പോൾ ബാബ നിരാകാരമാണ്, ഫരിസ്തയാണ്. ബ്രഹ്മ ബാബയ്ക്ക് സമാനമാവുക, അതായത് ഫരിസ്ത സ്റ്റേജിൽ ഇരിക്കുക. ഫരിസ്ത രൂപം സാകാര രൂപത്തിൽ കണ്ടിട്ടുണ്ട്. കാര്യങ്ങൾ കേൾക്കുമ്പോഴും സംസാരിക്കുമ്പോഴും കാര്യവ്യവഹാരങ്ങൾ ചെയ്യുമ്പോഴും ബാബ ശരീരത്തിലായിരിക്കുമ്പോഴും വേറിട്ടതുപോലെയാണ് എന്ന അനുഭവം ചെയ്തു. കാര്യങ്ങൾ ഉപേക്ഷിച്ച് അശരീരിയാവുക എന്നത് അല്പം സമയത്തേക്ക് സാധ്യമാണ്. എന്നാൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സമയം കണ്ടെത്തി അശരീരി പവർഫുൾ സ്റ്റേജിൻ്റെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കൂ. നിങ്ങൾ ഏവരും ഫരിഷ്തയാണ്. ബാബയിലൂടെ ഈ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആധാരമെടുത്ത് സന്ദേശം നൽകുന്നതിനായി സാകാരത്തിൽ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫരിഷ്ത എന്നാൽ ദേഹത്തിൽ ഇരിക്കവേ ദേഹത്തിൽ നിന്നും വേറിട്ടത്. ഈ എക്സാമ്പിളായി ബ്രഹ്മ ബാബയെ കണ്ടു. അസംഭവ്യമല്ല, കണ്ടു, അനുഭവിച്ചു. ആരെല്ലാം നിമിത്തമാണോ? ഇപ്പോൾ വിസ്താരം കൂടുതലുണ്ട് എങ്കിലും പുതിയ നോളജിൻ്റെ, പുതിയ ജീവിതത്തിൻ്റെ, പുതിയ ലോകം ഉണ്ടാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം എത്രത്തോളം ബ്രഹ്മബാബയ്ക്ക് ഉണ്ടായിരുന്നുവോ അത്രത്തോളം ഇപ്പോൾ ആർക്കും തന്നെയില്ല. അപ്പോൾ എല്ലാവരുടെയും ലക്ഷ്യമാണ് ബ്രഹ്മബാബയ്ക്ക് സമാനമാവുക, അതായത് ഫരിഷ്ത ആവുക എന്നത്. ശിവ് ബാബയ്ക്ക് സമാനമാവുക എന്നാൽ നിരാകാര സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുക എന്നർത്ഥം. പ്രയാസമാണോ? ബാബയോടും ദാദായോടും സ്നേഹമുണ്ടല്ലോ. അപ്പോൾ ആരോട് സ്നേഹമുണ്ടോ അവരെ പോലെയാകണം. ബാബയ്ക്ക് സമാനം ആവുക തന്നെ വേണം എന്ന സങ്കല്പവുമുണ്ട് എന്നിരിക്കെ ഒരു പ്രയാസവുമില്ല. കേവലം അടിക്കടി അറ്റൻഷൻ. സാധാരണ ജീവിതമല്ല. സാധാരണ ജീവിതം ജീവിക്കുന്നവർ ധാരാളം പേരുണ്ട്. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവർ ധാരാളമുണ്ട്. എന്നാൽ താങ്കളുടേതുപോലെയുള്ള കാര്യം ബ്രാഹ്മണ ആത്മാക്കളായ താങ്കൾക്കല്ലാതെ മറ്റാർക്കും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇന്ന് സ്മൃതി ദിവസത്തിൽ ബാബ്ദാദ സമാനതയിൽ സമീപം വരൂ, സമീപം വരൂ, സമീപം വരൂ എന്ന വരദാനം നൽകുകയാണ്. എല്ലാ പരിധിയുള്ള തീരങ്ങളിൽ നിന്നും സങ്കല്പമാകട്ടെ, വാക്കാകട്ടെ, കർമ്മമാകട്ടെ, സംബന്ധ സമ്പർക്കമാകട്ടെ, ഏതൊരു പരിധിയുള്ള തീരമായാലും തൻ്റെ മനസ്സിൻ്റെ തോണിയെ ഈ പരിധിയുള്ള തീരങ്ങളിൽ നിന്നും മുക്തമാക്കൂ. ഇപ്പോൾ മുതൽ ജീവിതത്തിലിരിക്കവേ മുക്തം. ഇങ്ങനെയുള്ള ജീവൻ മുക്തിയുടെ അലൗകിക അനുഭവം വളരെ കാലം ചെയ്യൂ. ശരി, 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ കത്തുകൾ ധാരാളം ലഭിച്ചു. മധുബനിലുള്ളവരുടെ ക്രോധമുക്തത്തിൻ്റെ റിപ്പോർട്ടും സമാചാരവും ബാബ്ദാദയുടെ അടുക്കൽ എത്തിച്ചേർന്നു. ബാബ്ദാദ ധൈര്യത്തിന്മേൽ സന്തുഷ്ടമാണ്. ഭാവിയിൽ സദാ മുക്തമായിരിക്കുന്നതിനായി സഹനശക്തിയുടെ കവചം ധരിച്ചു വയ്ക്കണം. അപ്പോൾ ആര് എത്ര പ്രയത്നിച്ചാലും താങ്കൾ സദാ സേഫായിരിക്കും. ഇങ്ങനെയുള്ള സർവ ദൃഢസങ്കല്പധാരികൾക്ക്, സദാ സ്മൃതി സ്വരൂപമായ ആത്മാക്കൾക്ക്, സദാ സർവസമർത്ഥികളെയും വേണ്ട സമയത്ത് കാര്യത്തിൽ കൊണ്ടുവരുന്ന വിശേഷ ആത്മാക്കൾക്ക്, സദാ സർവ ആത്മാക്കളുടെയും ദയാഹൃദയരായ ആത്മാക്കൾക്ക്, സദാ ബാബ്ദാദയ്ക്ക് സമാനമാകുന്നതിൻ്റെ സങ്കല്പത്തെ സാകാര രൂപത്തിൽ കൊണ്ടുവരുന്ന ഇങ്ങനെയുള്ള വളരെ 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 പ്രിയപ്പെട്ടവരും വേറിട്ടവരുമായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. ഡബിൾ ഫോറിനേഴ്സിനോട്. ഡബിൾ ഫോറിനേഴ്സിന് ഡബിൾ ലഹരിയുണ്ട്. എന്തുകൊണ്ടാണ് ഡബിൾ ലഹരി ഉള്ളത്? കാരണം ഏതുപോലെ ബാബ ദൂരദേശത്തുള്ളവനാണോ, നമ്മളും ദൂരദേശത്ത് നിന്നും വന്നിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. ബാബ്ദാദ ഡബിൾ വിദേശികളായ കുട്ടികളുടെ ഒരു വിശേഷത കണ്ടു. ദീപത്തിൽ നിന്നും ദീപം തെളിയിച്ച് അനേകം ദേശങ്ങളിൽ
ബാബ്ദാദയുടെ തെളിഞ്ഞ ദീപങ്ങളുടെ ദീപാവലി ആഘോഷിച്ചു. ഡബിൾ വിദേശികൾക്ക് സന്ദേശം നൽകുന്നതിൻ്റെ താൽപ്പര്യം നന്നായുണ്ട്. ഓരോ ഗ്രൂപ്പിലും ബാബ്ദാദ കണ്ടു 35-40 ദേശങ്ങളിലുള്ളവരുണ്ട്. ആശംസകൾ. സദാ സ്വയവും പറന്നുകൊണ്ടിരിക്കൂ. പരിസ്ഥിതിയായി പറന്നു പറന്ന് സന്ദേശം നൽകിക്കൊണ്ടിരിക്കൂ. നല്ലതാണ്. 35 ദേശങ്ങളിലുള്ള താങ്കളെയല്ല ബാബ്ദാദ കണ്ടുകൊണ്ടിരിക്കുന്നത്, മറ്റ് ദേശത്തിലുള്ളവരെയും താങ്കളോടൊപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 1 ബാബ് സമാൻ ആകുന്നവരാണല്ലോ. നമ്പർ 1 ആണോ അതോ നമ്പർ വൈസ് ആകുന്നവരാണോ? നമ്പർ 1 ആണോ? നമ്പർ വൈസ് അല്ലേ? നമ്പർ 1 ആവുക എന്നാൽ ഓരോ സമയത്തും വിൻ ചെയ്യുന്നവർ. ആര് വിൻ ചെയ്യുന്നുവോ അവർ 1 ആകുന്നു. അപ്പോൾ ഇങ്ങനെയാണല്ലോ, വളരെ നല്ലത്. വിജയിയാണ്, സദാ വിജയിയായി ഇരിക്കുന്നവരുമാണ്. ശരി. എവിടെ പോയാലും അവിടെ എല്ലാവർക്കും ഈ സ്മൃതി വരുത്തണം. എല്ലാ ഡബിൾ ഫോറിനേഴ്സും നമ്പർ 1 ആകണം. ശരി. ബാബ്ദാദ എല്ലാ മാതാക്കൾക്കും, ഗോപാലകന്റെ പ്രിയപ്പെട്ട മാതാക്കൾക്ക് വളരെയധികം ഹൃദയത്തിൽ നിന്നും സ്നേഹസ്മരണകൾ നൽകുകയാണ്. പാണ്ഡവർ യൂത്തായാലും പ്രവൃത്തിയിലുള്ളവരായാലും പാണ്ഡവർ സദാ പാണ്ഡവ പതിയുടെ കൂടെ ഇരിക്കുകയാണ്. ഇങ്ങനെയുള്ള കൂട്ടുകാരായ പാണ്ഡവർക്കും ബാബ്ദാദ വളരെ വളരെയധികം സ്നേഹസ്മരണകൾ നൽകുകയാണ്. ദാദിജിയോട് ഇന്നത്തെ ദിവസം എന്താണ് ഓർമ്മ വരുന്നത്? വിൽ പവേഴ്സ് ലഭിച്ചുവല്ലോ. വിൽ പവേഴ്സിൻ്റെ വരദാനമുണ്ട്. വളരെ നല്ല പാർട്ട് അഭിനയിച്ചു. ഇതിൻ്റെ ആശംസകൾ. താങ്കൾക്ക് എല്ലാവരുടെയും ആശീർവാദങ്ങൾ വളരെയധികമുണ്ട്. താങ്കളെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമുണ്ടാകുന്നു. സംസാരിച്ചാലും ശരി, സംസാരിച്ചില്ലെങ്കിലും ശരി, താങ്കൾക്ക് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു. ഇത്രത്തോളം സ്നേഹമുണ്ട്. എല്ലാവരുടേതുമാണ്. ദാദി പറഞ്ഞു, എനിക്കും എല്ലാവരോടും വളരെയധികം സ്നേഹമുണ്ട്. എല്ലാവരോടും വളരെയധികം സ്നേഹമുണ്ട്. ഈ സ്നേഹം തന്നെയാണ് എല്ലാവരെയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ധാരണ കുറവായിക്കൊള്ളട്ടെ, കൂടുതലായിക്കൊള്ളട്ടെ, എന്നാൽ സ്നേഹം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ലത്. ഈശോ ദാദിയോട് ഈ ഒന്നും കണക്കുകൾ സമാപ്തമാക്കി. കാര്യമൊന്നുമില്ല. ഈ ഒന്നിൻ്റേത് സഹജ പുരുഷാർത്ഥമാണ്. സഹജമായി കണക്കുകൾ സമാപ്തമാകുന്നു. ഉറങ്ങുമ്പോൾ സഹജമായി തന്നെ സംഭവിച്ചു. വിശ്രമം ലഭിച്ചു, വിഷ്ണുവിനെ പോലെ. ശരി. ഏതായാലും സാകാരം മുതൽ ഇപ്പോൾ വരെയും യജ്ഞരക്ഷകനായി. അപ്പോൾ യജ്ഞരക്ഷകൻ ആകുന്നതിൻ്റെ ആശീർവാദങ്ങൾ വളരെയധികം ഉണ്ടാകുന്നു. എല്ലാ ദാദിമാരും ബാബ്ദാദയുടെ വളരെ വളരെ സമീപമാണ്. സമീപരത്നമാണ്. എല്ലാവരും ദാദിമാരെ വിലമതിക്കുന്നു. സംഘടനയും നല്ലതാണ്. നിങ്ങൾ ദാദിമാരുടെ സംഘടന ഇത്രയും വർഷം യജ്ഞത്തിൻ്റെ രക്ഷ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ ഏകത എല്ലാ സഫലതയുടെയും ആധാരമാണ്. മുന്നിലുള്ളവർ പറഞ്ഞു, ബാബ ഇടയിലുണ്ട്. ബാബയെ ഇടയിൽ വച്ചിരിക്കുകയാണ്. ഈ അറ്റൻഷൻ വളരെ നന്നായി നൽകിയിട്ടുണ്ട്. ശരി. എല്ലാം ശരിയായിരിക്കുന്നു. വരദാനം. സർവ സംബന്ധങ്ങളിലൂടെ ഒരു ബാബയെ തൻ്റെ കൂട്ടുകാരനാക്കുന്ന സഹജ പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. ബാബ സ്വയം സർവ സംബന്ധങ്ങളിലൂടെ കൂട്ടുകെട്ട് നിറവേറ്റുന്നതിൻ്റെ ഓഫർ ചെയ്യുന്നു. എങ്ങനെയുള്ള സമയമാണോ അങ്ങനെയുള്ള സംബന്ധത്തിലൂടെ ബാബയുടെ കൂടെയിരിക്കൂ, കൂട്ടുകാരനാക്കൂ. എവിടെ സദാ കൂട്ടുമുണ്ടോ കൂട്ടുകാരനുമുണ്ടോ അവിടെ ഏതെങ്കിലും പ്രയാസം ഉണ്ടാവുക സാധ്യമല്ല. എപ്പോഴാണോ സ്വയം ഏകനാണ് എന്നനുഭവിക്കുന്നത്, അപ്പോൾ ആ സമയത്ത് ബാബയെ ബിന്ദു രൂപത്തിൽ ഓർമ്മിക്കരുത്.
പ്രാപ്തികളുടെ ലിസ്റ്റ് മുന്നിൽ കൊണ്ടുവരൂ. ഭിന്ന ഭിന്ന സമയത്തെ രമണീക അനുഭവങ്ങളുടെ കഥകൾ സ്മൃതിയിൽ കൊണ്ടുവരൂ. സർവസംബന്ധങ്ങളുടെയും രസം അനുഭവിക്കൂ. അപ്പോൾ പ്രയത്നം സമാപ്തമായിക്കൊള്ളും, സഹജ പുരുഷാർത്ഥിയായി മാറുകയും ചെയ്യും. സ്ലോഗൻ: ബഹുരൂപിയായി മായയുടെ ബഹുരൂപങ്ങളെ തിരിച്ചറിയൂ. അപ്പോൾ മാസ്റ്റർ മായാപതിയായി മാറും. ഓം ശാന്തി. മെഡിറ്റേഷൻ. ബുദ്ധിരൂപി നേത്രത്തിലൂടെ എൻ്റെ ആത്മജ്യോതിയെ ഞാൻ കാണുന്നു. മാസ്റ്റർ ജ്ഞാനസൂര്യനായി മസ്തകത്തിൽ ഞാൻ വിരാജിക്കുന്നു. എന്നിൽ നിന്നും നാനാഭാഗത്തും പ്രകാശകിരണങ്ങൾ വ്യാപിക്കുകയാണ്. പരമധാമത്തിലെ മഹാജ്യോതി ആയ ശിവബാബയിൽ ഞാൻ എൻ്റെ ബുദ്ധി യോജിപ്പിക്കുന്നു. ജ്ഞാനസൂര്യനായ ശിവബാബയുടെ പ്രകാശം മുഴുവൻ വിശ്വത്തിലും വ്യാപിക്കുകയാണ്. സമസ്ത ഭൂമിയും പ്രകാശമയമായി മാറുകയാണ്. ജ്ഞാനസൂര്യൻ്റെ ലൈറ്റ് എന്നിൽ ഉൾക്കൊള്ളപ്പെടുന്നു. എന്നിൽ നിന്നും ജ്ഞാനസൂര്യൻ്റെ പ്രകാശം വിശ്വത്തിൽ 4 ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡിൽ ഡബിൾ ലൈറ്റ് ഫരിഷ്തയായി ഞാൻ ഫരിഷ്തകളുടെ ലോകത്തിൽ എത്തിച്ചേരുന്നു. ബാബ്ദാദയുടെ മസ്തകത്തിൽ സർവശക്തിമാന്റെ അതി തേജസ്വി സ്വരൂപം ഞാൻ കാണുന്നു.
ബാപ്ദാദയുടെ വരദാനി ദൃഷ്ടി എന്നിൽ സമസ്ത ഈശ്വരീയ ശക്തികളും നിറയ്ക്കുന്നു. ബാപ്ദാദയുടെ വരദാനി ഹസ്തം എൻ്റെ ശിരസിൽ ഞാൻ അനുഭവിക്കുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ ആത്മാവ് എൻ്റെ ധാമത്തിലേക്ക് സഞ്ചരിക്കുന്നു. സ്വർണ്ണ ചുവപ്പ് പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഈ പരമധാമത്തിൽ എത്ര ഡീപ് സൈലൻസ് ആണ്. എത്ര ഡീപ് ശാന്തിയാണ്. മുക്തിയുടെ ദിവ്യ സ്ഥാനമായ ഈ ലോകത്തിൽ ഡീപ് സൈലൻസ് രൂപ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ ശാന്തിധാമത്തിലെ മഹാജ്യോതിസായ ശിവബാബയിൽ എൻ്റെ ബുദ്ധി ഏകാഗ്രമാക്കുന്നു. ശാന്തി സാഗരമായ ശിവബാബയിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ തരംഗങ്ങൾ എന്നിൽ ഉൾക്കൊള്ളപ്പെടുമ്പോൾ ഞാനും മാസ്റ്റർ ശാന്തി സാഗരമാകുന്നു.
പവിത്ര സാഗരമായ ശിവബാബയിൽ നിന്നും പവിത്രതയുടെ പ്രകാശരശ്മികൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിക്കുന്നു. കൽപ്പവൃക്ഷത്തിലെ സർവധർമ്മങ്ങളിലെ ആത്മാക്കളിലും പവിത്രതയുടെ ശക്തി നിറയുന്നു. ശിവബാബയിൽ നിന്നും പ്രവഹിക്കുന്ന പവിത്ര രശ്മികൾ എന്നിൽ നിറയുന്നു. പവിത്രതയുടെയും ശക്തിയുടെയും ശാന്തിയുടെയും അമൂല്യ ഈശ്വരീയ ഖജനാവുകൾ കൊണ്ട് സമ്പന്നമായി ഞാൻ എൻ്റെ ലൈറ്റ് രൂപം ധാരണ ചെയ്ത് ഭ്രൂമധ്യത്തിലെ ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ സ്വരാജ്യ അധികാരിയായി സമ്പന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും പവിത്രതയുടെയും ദിവ്യ പ്രകാശം നാനാഭാഗത്തും വ്യാപിക്കുന്നു.